ശ്രീ വി പി ശ്രീ പത്മനാഭൻ, ഇവിടെ പി ജയരാജന്റെ വാക്കുകളിലെ ഗൗരവം ഏവർക്കും മനസ്സിലാകുന്നതാണ്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകമാണ്, അതങ്ങേറ്റം ഗൗരവതരം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ പി ജയരാജൻ ഈ സന്ദർഭത്തിൽ അത് തുറന്നു പറയുന്നതിലെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി CPM-നുള്ളിൽ ഉയരുന്ന വിമത സ്വരങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കാരണം ബ്രാഞ്ച് കമ്മിറ്റികളിലടക്കം പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗം പുതുതായി രൂപം കൊണ്ടിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രീണന സ്വഭാവം വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുള്ള ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരമൊരു പരാമർശം തന്നിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം തനിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാം, ചിലരെയെങ്കിലും ഇതിലേക്ക് ആകർഷിക്കാം എന്നുള്ളൊരു മനോഭാവം പി ജയരാജൻ വെച്ച് പുലർത്തുന്നുണ്ട്. അല്ല, അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കണ്ട ഒരു ട്രെൻഡ് CPM-നെ പരമ്പരാഗതമായി ഒരു പിന്തുണച്ചിരുന്നവർ, CPM-നെ പിന്തുണച്ചിരുന്നവർ, അതായത് കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക സമുദായക്കാർ, ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ഒരു മേജർ ഷിഫ്റ്റ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് 2 നിയോജക മണ്ഡലങ്ങളിൽ അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരന് ലഭിച്ച 3,11,000 വോട്ട്. അത്രയേറെ വോട്ടിലേക്ക് ശ്രീ വി മുരളീധരൻ എത്തിയ സമയത്ത് അവിടെ CPM-ന്റെ വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഏതാണ്ട് 3 ലക്ഷം വോട്ട്, അതായത് ഒരു 100-400 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ 3 ലക്ഷത്തിന്. അവിടെ എത്തിയ സമയത്ത് അവിടെയും CPM-ന് വലിയൊരു പരാജയം സംഭവിച്ചു. ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ വോട്ട് എണ്ണുന്ന സമയത്ത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP 100 അല്ലെങ്കിൽ 150 വോട്ട് വരെ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ 250, 300, 350 വോട്ടാണ് ലഭിച്ചത്. ഈ ബൂത്തുകളിലൊക്കെ ഏതാണ്ട് തുല്യമായ രീതിയിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJP-ക്ക് വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഫലമായി CPM-ന് വിചാരിച്ച വോട്ട് കിട്ടാതാവുകയും പരാജയം സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, CPM-ന് നഷ്ടപ്പെട്ട വോട്ടുകൾ UDF-ലേക്കല്ല പോയത് BJP-യിലേക്കാണ്. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ വ്യാപകമായി പോയി. മറ്റു പല മണ്ഡലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് CPM-ൻ്റെ ഉള്ളിൽ ഒരു ചർച്ചയാണ്. കാരണം പരമ്പരാഗത പിന്നാക്ക സമുദായ വോട്ടുകൾ CPM-ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞ കുറച്ച് കാലമായി CPM മുസ്ലിം വോട്ടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു വോയിസ് ആയിട്ട് ജയരാജൻ മാറിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നയം അത് പിണറായി വിജയൻ്റെയും പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു നയമായി മാറിയതിനെ എതിർക്കുന്ന ആളുകളുടെ വക്താവായി ഇങ്ങനെ ഒരു മുസ്ലിം വോട്ടിനു വേണ്ടി പരമ്പരാഗത ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന ഒരു ലൈനിൻ്റെ ആളായി ശ്രീ ജയരാജൻ മാറുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ പ്രസ്താവനയുടെ മറ്റൊരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 15 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഒരു വിഷയമാക്കിയിട്ട് അതിപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നടക്കുന്നതാണെങ്കിൽ അദ്ദേഹം പറയണം, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, അത് ഞാൻ നിയമപരമായി അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഏതാണ്ട് 15 വർഷം മുന്നേ നടന്ന കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ എടുത്തിട്ടത് CPM-നുള്ള ഈ പുതിയ കാഴ്ചപ്പാടിൻ്റെ ആളായി താൻ അതിൻ്റെ ഒരു വക്താവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആവാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതെ, അതായത് ഇപ്പോൾ പല നേതാക്കളും ഇത്തരത്തിൽ ഒരു സ്വയം
ആകർഷകമായി പല പ്രസ്താവനകളും നടത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് വന്ന് തങ്ങളിലേക്ക് പലരെയും ആകർഷിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് ശ്രീ ബി ജയരാജ്. അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണോ ഇപ്പോൾ പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്?